ഇവിടെ ആ സ്കൂളിൽ കുട്ടികൾ വലിയ സങ്കടത്തിൽ വലിയ വേദനയിൽ നിൽക്കുന്നു. അത് സ്വാഭാവികമാണ്. രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിൽ അവരുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുന്ന ട്രോമ, അത് ചെറിയ ട്രോമ. സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ വേദന ഉണ്ട്. പക്ഷേ വേദന ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ വൈദ്യുത ലൈൻ കഴിഞ്ഞ മെയ് മാസത്തിൽ KSBക്ക് പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മെയ് മാസം മുതലെങ്കിലും ഇതിങ്ങനെ നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമാണ്. അതിന് മുമ്പും ഇതിങ്ങനെ നിൽപ്പാണോ, അതിന് മുമ്പ് പരാതി കൊടുത്തു വരേണ്ടതാണ്. പരാതി കൊടുത്തിട്ടും ഒരു നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാതിരുന്ന അല്ലെങ്കിൽ കണ്ടുനിന്ന ഓരോരുത്തരും അതിൽ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ആ മരണത്തിന് ഉത്തരവാദികളാണ് എന്ന് പറയുന്നത് യാതൊരു മടിയുമില്ല. അരുൺ രാജ് വിവരങ്ങളുമായി തുടരുന്നു. അരുൺ, സ്കൂളിലേക്ക് ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മളാദ്യം ഈ വാർത്ത കേരളത്തെ അറിയിക്കുന്നു, അത് കഴിഞ്ഞ് അരുൺ അങ്ങോട്ടേക്ക് എത്തുന്നു, ദൃശ്യങ്ങൾ കേരളം കാണുന്നു. അപ്പോഴൊന്നും ആരും അങ്ങോട്ടേക്ക്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാതെ ആദ്യഘട്ടത്തിൽ ആരും അവിടെ ഉണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോഴൊന്നും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ അങ്ങോട്ടേക്ക്? സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ വരുന്നുണ്ടോ? പ്രതികരണം വരുന്നുണ്ടോ അരുൺ? സ്കൂൾ മാനേജ്മെന്റ് ഒന്നും പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഈ മിഥുനടക്കം ഉണ്ടായിരുന്ന ക്ലാസ് റൂമുകൾ. ഈ ക്ലാസ് അതാണ്ട് ഇതാണ് 9ാം ക്ലാസ് ആണിത്. ഈ ക്ലാസിന്റെ ഈ ഭാഗം, അത് ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. ഇവിടെ നിന്നാണ് പ്രധാനമായും ഈ മിഥുൻ ഇന്ന് ചെരുപ്പെടുക്കാൻ വേണ്ടി കയറിയത്. ആ ചെരുപ്പെടുക്കാൻ കയറുന്ന ഘട്ടത്തിലാണ് ഈ വൈദ്യുത ലൈനിൽ തട്ടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ വളരെ വ്യക്തമായി, വളരെ കൂടുതൽ വ്യക്തതയോടെ കാട്ടിത്തരും. ഈ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന്, ഈ ക്ലാസ് റൂമിൽ നിന്ന് നോക്കിയാൽ ഈ വൈദ്യുത ലൈൻ കൃത്യമായി കടന്നു പോകുന്നത് കാണാം. ഒരു കമ്പിട്ടാൽ ഈ വൈദ്യുത ലൈനിൽ പിടിക്കാൻ കഴിയുന്ന തന്നെയാണ്, ഈ ക്ലാസ് റൂമിന് വളരെ അടുത്ത് തന്നെയാണ് ഈ വൈദ്യുത ലൈൻ ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപകടം കൂടുതൽ പേർക്ക് ഉണ്ടാകാഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തോ മഹാഭാഗ്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ അടുത്ത് തന്നെ കാണുമ്പോൾ നമുക്ക് ഞെട്ടലോ ഒരു ഉൾക്കിടലോ ഉണ്ടാവുകയാണ്. ഇത് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ക്ലാസ്സാണ്. കുസൃതിയുടെ പ്രായമാണ്. ഒരു കമ്പെടുത്ത് നീട്ടി തൊടാൻ തോന്നുന്ന പ്രായമാണ്. അങ്ങനൊന്നും തോന്നാതിരുന്നത്, മഹാദുരന്തങ്ങൾ ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. അരുൺ, സത്യമാണ് അരുൺ പറഞ്ഞത്. തീർച്ചയായും നമ്മളെല്ലാം ഈ പ്രായത്തിലൂടെ കടന്നുപോയതാണ്. ഏതൊക്കെ തരത്തിലുള്ള വികൃതികൾ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ പല രീതിയിൽ, പല രൂപത്തിൽ ഈ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. അവർക്കൊരു പക്ഷേ ഒരു തമാശയ്ക്ക് ഒരു കയറെടുത്തെറിയാൻ തോന്നാം, ഒരു കമ്പെടുത്ത് തട്ടാൻ തോന്നാം. അങ്ങനെയൊക്കെ തട്ടിയാൽ പോലും അത് വീഴുന്ന അവസ്ഥ, അത് സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമുക്ക് ഈ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ പലകയുടെ മറവ് മാത്രമാണ് ഈ വൈദ്യുത ലൈനുമായി മാത്രം ഉള്ളത്. അതിനപ്പുറം ഒരു സുരക്ഷിതമായ അകലം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത് എന്ന കാര്യത്തിലടക്കം സ്വാഭാവികമായും പരിശോധന വേണം. 3 ഘട്ട പരിശോധന, അത് വിദ്യാഭ്യാസ വകുപ്പിന് ചെക്ക് ലിസ്റ്റ്. ഇതാണ് 9ാം ക്ലാസ്. ഈ 9A ആണിത്. അങ്ങനെ 9A 9B അങ്ങനെ കടന്നു പോകുന്ന ക്ലാസ് റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഇതിന് സമീപത്ത് തന്നെയാണ് ഈ സ്വാഭാവികമായും അവന്റെ ചെരുപ്പ്. ഞാനിവിടെ കിരൺ, നമ്മുടെ ക്യാമറമാൻ ഇവിടേക്ക് വന്നാൽ അത് കൂടുതൽ വ്യക്തമാകും. ഈ കാണുന്ന ഈ ഷീറ്റാണ്, അത് ആ ദൃശ്യങ്ങൾ കൂടി കിരൺ കാണിച്ചു കൊടുക്കും. ആ ഷീറ്റാണ് ക്ലാസ് റൂമിൽ നിന്ന് ഇത്ര അകലം, അതായത് ഒരു കുട്ടി വെറുതെ എഴുന്നേറ്റ് നിന്നാൽ പോലും ആ ഷീറ്റിൽ തൊടാം. അവിടെ നിന്ന് അതിലൂടെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ കയറി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത്. ആ കുട്ടിയുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. വെറും പലകകളുടെ മാത്രം ഒരു മറവ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. കിരൺ, ഈ ദൃശ്യങ്ങൾ, അത് ഈ പലകയുടെ മറവ് കൂടി ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താം. കാരണം ഒരു സ്കൂളിൽ ഇത്ര വലിയ തോതിൽ ഒരു അനാസ്ഥ ഉണ്ടായത് എങ്ങനെയെന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വളരെ ദയനീയമായ ഒരവസ്ഥ, ഒരു വിദ്യാർത്ഥിയുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് അടുത്ത ക്ലാസ് റൂമാണ്. അങ്ങനെ ഈ ക്ലാസ് റൂമുകൾ അടുത്തടുത്തായി ഉണ്ട്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ പല രൂപത്തിൽ, പല സ്വഭാവത്തിലുള്ളവരാണ്. അവർക്ക് തമാശകൾ അടക്കം ഏർപ്പെടും. അങ്ങനെ ഏർപ്പെടുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഇത്തരം അപകടം ഉണ്ടായ സാഹചര്യം, അത് കുട്ടികളാണ്. സ്വാഭാവികമായി അത് രാവിലെയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറാമാൻ ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കും. വളരെ അടുത്ത്, വളരെ
ഏതൊരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണോ? എത്രാം ക്ലാസ്സിലെ വിദ്യാർത്ഥി? പേരെന്തോ? റിഹാൻ. ഈ സമയം എപ്പോഴാണ് സമയം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ. എന്താ നടന്നെന്താ? ഞാൻ നടന്നെന്തൊന്നും കണ്ടില്ല. വന്നപ്പോൾ ആ കുട്ടി അവിടെ കിടക്കുവാണ്. എവിടെ കിടക്കുക? ആ ഷീറ്റിന് ആ കമ്പിയിലേക്ക് എത്തും. വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം? വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സാറ് കയറി രക്ഷിച്ചു. ഇങ്ങനെ ദിവസവും ഇങ്ങനെയൊക്കെ പിള്ളേർ കയറാറുണ്ടോ ഇതിന് മേളിൽ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കും. കയറാറുണ്ടോ ഈ ഷീറ്റിന് മേളിൽ എന്തെങ്കിലും വീണ? കയറാറില്ല. ആരും പറഞ്ഞിട്ടുണ്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ സ്കൂളിൽ ഈ പലക മാത്രമേ ഉള്ളൂ ഒരു മറവ്? ഇല്ല, അങ്ങനെ പലകെ ഉണ്ടായാലും ആരും അങ്ങനെ കയറാറൊന്നുമില്ല. അങ്ങനെ സാധനം അങ്ങനെ മേളിൽ പോയാലും സാറുമാരും എപ്പോഴും ഇവിടെ കാണും. വരക്ക് പിറ്റി ഇപ്പോൾ ഇന്റർവെല്ലിന് വിട്ടാലും. പക്ഷെ ഇന്നുണ്ടായില്ലേ? ഇന്നിപ്പോൾ രാവിലെ ഈ സംഭവം നടന്നത്. അപ്പം ആരുണ്ടായില്ല? സാറുമാർ വരുന്നതേ ഉള്ളായിരുന്നു. മിഥുന്റെ ചെരുപ്പെടുക്കാൻ വേണ്ടിയാണ് മിഥുൻ കയറിയത്. അതെന്തിനെ പറ്റി എനിക്കറിയില്ല. മോൻ വന്നപ്പോൾ എന്താ കണ്ടത്? ആ വന്നപ്പോൾ ആ കുട്ടി അവിടെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ സാറന്മാർ കയറി ആ പലക വിളിച്ച് കയറി രക്ഷിച്ചു.